മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനീഷ് അനുമോളോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളോട് പ്രപ്പോസ് ചെയ്തതിന് ശേഷം അനുമോൾ പലതവണ അനീഷിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അനീഷിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നാണ് രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അനീഷ് അനുമോളോട് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, അനുമോൾക്കും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുമെന്ന് കരുതി, അതാണ് ഞാൻ അനുമോളോട് പറഞ്ഞത്. അതില്ല എന്നറിഞ്ഞു, അത് കഴിഞ്ഞു, അത് തീർന്നു. ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടൊന്നും നടക്കണ്ട. കൂടാതെ അതുള്ളിൽ വെച്ചുകൊണ്ട് എന്നോട് പെരുമാറരുത് എന്നും അനീഷ് അനുമോളോട് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അയ്യോ അങ്ങനൊന്നുമില്ല, ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നതും അത് തുറന്നു പറയുന്നതും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ലെന്നാണ് അനുമോൾ പറയുന്നത്. എന്നിട്ട് അനുമോൾ അനീഷിനോട് ചോദിക്കുന്നത്, എനിക്കും അങ്ങനൊരു ഇഷ്ടമുണ്ട് എന്ന് അനീഷേട്ടന് എന്തുകൊണ്ടാണ് തോന്നിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നത്, എന്തോ എനിക്കങ്ങനെ തോന്നി, അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കുഴപ്പമില്ല, അനുമോൾ തുറന്നു പറഞ്ഞല്ലോ, അതെനിക്ക് മനസ്സിലായി എന്നും അനീഷ് പറയുന്നു. ഉടനെ അനുമോള് പറയുന്നത്, ഞാൻ അന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞതും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുമൊക്കെ ഒരു തമാശയ്ക്കായിരുന്നു. അത് ആ ഒരു സെൻസിൽ അനീഷേട്ടൻ എടുക്കുമെന്ന് കരുതി. പക്ഷേ അനീഷേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എനിക്ക് അന്ന് കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് ഫീൽ ഫ്രീ ആണ്. അത് കഴിഞ്ഞു, അത് തീർന്നു. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ് എന്ന് അനീഷ് വീണ്ടും അനുമോളോട് പറയുന്നു. ഉടനെ അനുമോള് പറയുന്നത്, അയ്യോ അങ്ങനെയൊന്നും മാപ്പ് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. ചേട്ടനെ ഞാൻ എൻ്റെ ഒരു സഹോദരനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ആ സ്നേഹം എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ അനുമോളും പറയുന്നു. ഇതിനിടയിൽ നെവീനും ആദിലും കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അനുമോളും അനീഷും സംസാരിക്കുന്നു, ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. അതിന് അനീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ. എന്തായാലും അനീഷ് അനുമോളോട് മാപ്പ് പറഞ്ഞ് അനീഷിൻ്റെ മനസ്സിലുള്ള ആ ഒരു ഭാരം ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.